പറ്റില്ല, ഞങ്ങൾ മാറിക്കഴിഞ്ഞിട്ട് ആശാനം നമ്മൾ ചതിക്കുള്ള പരിപാടിയാണ് പോകുന്നത്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷെഫീഖ്. ഈ ചാനലിൻ്റെ പേര് പോലെ തന്നെ 30+ ഷെഫീഖ്. അതെ, ഇൻട്രോ ഒന്നും പറയാൻ നേരില്ല, ജിമ്മിൽ പോണം. പുതിയ ആളാണോ? വാ. ബൈസൺ അടിച്ചാലോ? ഡബിൾ എടുക്ക്. അതല്ല, ഇതടിക്ക്. പെട്ടെന്ന് വരണ്ടേ? എടുക്ക. പറ്റില്ല, ഞങ്ങൾ മാറിക്കഴിഞ്ഞിട്ട്. ഫസ്റ്റ് ഡേ അല്ലേ? എടുത്തോളൂ. അതിൻ്റെ അപ്പുറത്തെടുത്തോളൂ. എടുവാ. തുടങ്ങാം. ഷോൾഡർ വിത്ത് ഫിംഗർ ലോക്ക്. നൈസ്. ചെസ്റ്റ് അപ്പ്, ചെസ്റ്റ് അപ്പ്. ഓക്കെ. ഇവരെന്താണ് ഈ കാണിക്കണേ? അതെന്ത് സംഭവം? ഇത് ആരാ പറഞ്ഞത്? ആശാൻ. ഇവിടെ ഏതാ ആശാൻ? അഡ്മിഷൻ അല്ലേ ഇന്നലെ വന്നത്? ഓരോ വർക്കൗട്ടിനും അതിൻ്റെതായ രീതിയുണ്ട്. അത് അതേ രീതിയിൽ ചെയ്താലേ കാര്യമുള്ളൂ. അതായത് ബൈസെപ്സ് കേൾ, അങ്ങനെ ബൈസെപ്സ് കേൾ. ഓക്കെ, മനസ്സിലായില്ലേ? ഫുൾ ബോഡി ചെയ്യാം ഫസ്റ്റ് അല്ലേ? ബെഞ്ച് പ്രസ് ചെയ്താൽ മതി. ചെസ്റ്റ് ടൈറ്റ് ആയിട്ടൊക്കെ ചെയ്യണ്ട. നേരെ ചെസ്റ്റ് തള്ളിപ്പിടി. അടി. പിന്നെ ബെഞ്ച് ബെഞ്ച്. അപ്പൊ ചെസ്റ്റോ? ചെസ്റ്റ് ടൈറ്റ് ചെയ്യാ. ഓക്കെ. ബെഞ്ച് ബെഞ്ച് ബെഞ്ച്. ഡോ എന്താണിത്? മതി മതി മതി. എനിക്ക് ഷോൾഡർ പ്രസ് ചെയ്യാം. പാർട്ട്ണർ ആയിക്കോ. ഷോൾഡർ പ്രസ് ചെയ്യാനല്ല, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങോട്ട് പോയിക്കോ. ഇവിടെ പിടിക്കും. ഇവിടെ ആ ഇറങ്ങിയിരിക്കും. ബാക്കിക്ക് ചെസ്റ്റ് അപ്പ് ചെയ്ത്, ചെസ്റ്റ് അപ്പ് ചെയ്ത്, കൈ ഫ്രണ്ടിലേക്ക് പൊക്കിയ മേലേക്ക് പൊക്കി. സാധ്യ മെല്ലെ അടിച്ചു. ഇതാണ് ഷോൾഡർ പ്രസ് കേട്ടാ. ഇനി നീ അടിച്ചോ. വാ, കഴിഞ്ഞിട്ടതില്ല, ഇനിയുമുണ്ട്. അടിയേ. എങ്ങനെ അടിക്കാതെ പറഞ്ഞുതരാം. ഇവിടെ പിടിക്കും. നീ പൊക്കിക്കോ. ചെസ്റ്റ് അപ്പ്, ചെസ്റ്റ് അപ്പ്, ചെസ്റ്റ് അപ്പ്. അടിച്ചോ. ഇതാണ് ഷോൾഡർ പ്രസ്. ഷോൾഡർ ഒന്ന് സൗണ്ട് ശരിയാണല്ലോ. ഞാൻ ആശാനെ വിളിച്ചിട്ട് വരാം. ആശാനെ, ആശാനെ. മെഷീൻ കടായി. എന്ത്? ആ മെഷീനിൽ ഭയങ്കര സൗണ്ടോ? ഭയങ്കര സൗണ്ട് അല്ലേ? എണീച്ചേ. പിന്നെ ഓയിൽ കൊടുക്കാനായിട്ടുണ്ട്. ഓയിലേ മെഷീനല്ല. അടിച്ചോ. റൊമാറിനെ എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. പാട്ടും പാൽ കുടിക്കണം കേട്ടോ. അപ്പൊ നാളെ മുതൽ നമ്മൾ പെട്ടെന്നായിട്ട് പോയിട്ടണം മന്തിടിക്കാൻ. അല്ല, ഇതെന്താ എണ്ണയും സോപ്പൊക്കെ? നല്ല മഴ. പിന്നെ വർക്കൗട്ട് കഴിഞ്ഞോ? സെറ്റായില്ലേ? ഫീസൊക്കെ അടച്ചില്ലേ? അപ്പോൾ ഒരു കാര്യമുണ്ട്. വർക്കൗട്ടിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡയറ്റ് എടുക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഓയിലും ഷുഗറൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് വേണം കഴിക്കാൻ.
അതായത് രാവിലെ ഓട്സ് കഴിക്കണമായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഓട്സ് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ? കംപ്ലീറ്റ്ലി അൺഹെൽത്തി ആണ്. എഗ് കഴിക്കണം, വൈറ്റ്, യെല്ലോ കഴിക്കാൻ പാടില്ല, ഫാറ്റ് ആയിരിക്കും. മഞ്ഞയുടെ അകത്ത് 2.7 ഗ്രാം പ്രോട്ടീൻ, 55ഓളം കാലോറി എനർജി. ആവശ്യമുണ്ടെങ്കിൽ പ്രോട്ടീൻ പൗഡർ കഴിക്കാം. 99% മാർക്കറ്റിൽ കാണുന്ന പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതൊക്കെ നോക്കി ചെയ്യുക. വർക്കൗട്ടൊക്കെ എന്താ ചെയ്യുക, ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുക. നാളെ വാ. ഓക്കെ ഷനെ എന്നാ അതെ ആശാ നമ്മളെ ചതിക്കുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. ആദ്യം അവരൊരു തീരുമാനത്തിട്ടെ എന്നിട്ട് മതി. ജസ്റ്റ് കണ്ടില്ലേ, ഇതൊക്കെയാണ് ജിമ്മിലെ വിശേഷങ്ങൾ. ഞാൻ കളിയല്ലാത്തൊരു കാര്യം പറയാം. 30 വയസ്സിന് ശേഷം ഓരോ വർഷവും നമ്മുടെ മസിൽ ലോസ് ആവുന്നുണ്ടെന്നാണ് സയന്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള റിസർച്ചുകൾ പറയുന്നത്. എക്സസ് ഫാറ്റ് ഗെയിൻ, ജോയിന്റ് പെയിൻ ഇഞ്ചറീസ്, മൂഡ് സ്വിങ്സ്, ലോ എനർജി ആൻഡ് മോട്ടിവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് അനുഭവപ്പെടും. റിക്കവറി പ്രോസസ്സ് നമ്മുടെ 20s ഉണ്ടായിരുന്നതിനേക്കാളും സ്ലോ ആവുകയും ചെയ്യും. പക്ഷേ സ്ട്രെങ്ത് ട്രെയിനിങ്ങിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം മാറ്റം വരുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2-3 വട്ടം മിനിമം സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇത് 30 കഴിഞ്ഞവർക്ക് മാത്രമുള്ളതല്ല കേട്ടോ, നേരത്തെ തുടങ്ങിയാൽ